നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നമ്മൾ ഹെൽത്തിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പലതരം സീഡ്സ് യൂസ് ചെയ്യാറുണ്ടല്ലേ. ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, പപ്പായ സീഡ്സ്, പംകിൻ സീഡ്സ് തുടങ്ങിയ എല്ലാ സീഡ്സും യൂസ് ചെയ്യാറുണ്ട്. ഓരോ സീഡിനും ഓരോരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. ചില സീഡ്സ് വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കും നല്ലത്, ചിലത് ഹോർമോണൽ ഇംബാലൻസിന് ആയിരിക്കും നല്ലത്. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ഓരോ ഉദ്ദേശവും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന രണ്ട് സീഡ്സ് ആണ് ചിയ സീഡ്സും അതുപോലെ ഫ്ലാക്സ് സീഡ്സും. ഫ്ലാക്സ് സീഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിപ്പമുള്ള സീഡായിരിക്കും. ഇതൊരു ബ്രൗൺ കളറിൽ കിട്ടും, യെല്ലോ കളറിലും ഇത് ലഭിക്കാറുണ്ട്. ചിയ സീഡ് എന്ന് പറയുന്നത് കസുകസ് പോലെ തന്നെ ചെറിയ ബ്ലാക്ക് കളറിൽ കിട്ടുന്ന സീഡാണ്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ വൈറ്റ് കളറിലെ സീഡ്സും നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിയ സീഡ്സ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് വീർക്കും. ഫ്ലാക്സ് സീഡ്സ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പ് സ്വഭാവമായിരിക്കും ഫ്ലാക്സ് സീഡ്സിനുള്ളത്. കാരണം ഫ്ലാക്സ് സീഡ്സിൽ സൊല്യുബിൾ ഫൈബർ ഒരുപാടുണ്ട്, അതായത് 25% ഓളം സൊല്യുബിൾ ഫൈബർ ഉണ്ട്. പക്ഷേ ചിയ സീഡ്സിൽ 5% സൊല്യുബിൾ ഫൈബർ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇൻസൊല്യുബിൾ ഫൈബർ ആയിട്ടാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സീഡാണ് ബെറ്റർ എന്ന് വെച്ചാൽ ചിയ സീഡാണ് കേട്ടോ വെയിറ്റ് റിഡക്ഷന് നല്ലത്. കാരണം ഇതിൽ കാലറി കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ലേഡീസിനൊക്കെ ഈ ബോണിൻ്റെ ഹെൽത്തിനൊക്കെ ചിയ സീഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിൽ കൂടുതലായിട്ട് കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട്. ചിയ സീഡ്സ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് വീർക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ അബ്ഡോമൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, അതായത് വയറിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വയറിൻ്റെ സ്പേസ് കുറയ്ക്കും. കാരണം ഇത് അതിൻ്റെ ഇരട്ടി മടങ്ങായിട്ട് വീർക്കും. ചിയ സീഡ്സ് യൂസ് ചെയ്യുമ്പോൾ വിശപ്പ് കുറയും, അപ്പിറ്റേറ്റ് കുറയുകയും വേറെ ഫുഡിൻ്റെ ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വെയിറ്റ് റിഡക്ഷൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സീഡാണ് ചിയ സീഡ്. ഇനി ഫ്ലാക്സ് സീഡ് എന്തിനാണ്? ഇനി നിങ്ങൾക്ക് ഒമേഗ 3 വേണം എന്നുണ്ടെങ്കിൽ, ഒമേഗ 3യുടെ സപ്ലിമെൻ്റ് ഒക്കെ നിങ്ങൾ എടുക്കുകയാണ്, അങ്ങനെ ഒരു കൂട്ടരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ചിയ സീഡ് അല്ല ഫ്ലാക്സ് സീഡ് ആയിരിക്കും. ഫ്ലാക്സ് സീഡ്സിൽ ചിയ സീഡ്സിനെ കാട്ടിയും വളരെ കൂടുതലായിട്ട് ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക് ഫ്ലാക്സ് സീഡ്സ് നല്ലതാണ്. ഇതിൽ സൊല്യുബിൾ ഫൈബർ നന്നായിട്ടുള്ളത് കൊണ്ട് ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ചിയ സീഡ്സിനെ കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ഫ്ലാക്സ് സീഡ് ആയിരിക്കും. ഇൻസൊല്യുബിൾ ഫൈബർ ചിയ സീഡിൽ കൂടുതലുള്ളതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക്, മലബന്ധം ഉള്ളവർക്കൊക്കെ ചിയ സീഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. രണ്ട് സീഡ്സിലും ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ രണ്ട് സീഡ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളെപ്പോഴും വിയർക്കുന്ന പ്രകൃതമാണ്, വല്ലാതെ ചൂടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് യൂസ് ചെയ്യരുത്. ചിയ സീഡ്സ് ആണ് അങ്ങനെയുള്ളവർക്ക് നല്ലത്. ഫ്ലാക്സ് സീഡ്സ് നമ്മൾ വിൻ്റർ, ഈ മഞ്ഞുകാലം, തണുപ്പ് കാലം, മഴക്കാലം അങ്ങനെയുള്ള കാലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ചിയ സീഡ്സ് ചൂടുകാലത്ത് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആണ്. ഇനി എങ്ങനെയാണ് ഈ സീഡ്സ് യൂസ് ചെയ്യേണ്ടത്? ഫ്ലാക്സ് സീഡ്സ് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് ഒരു ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഭക്ഷണത്തിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി സ്മൂത്തീസ് ഉണ്ടാക്കുകയാണ്, നിങ്ങൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ചപ്പാത്തിക്ക് മാവ് കുഴക്കുകയാണെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ് പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ചിയ സീഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് വീർത്ത് വരും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണയായിട്ട് ഓവർനൈറ്റ് കുതിർത്ത് വെക്കുക, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്തെ നിങ്ങൾ ഇപ്പോൾ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ ചിയ സീഡ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ കുതിർത്ത് വെച്ച ചിയ സീഡ് ആഡ് ചെയ്യാവുന്നതാണ്. സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഈ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ചിയ സീഡ് ഇട്ടിട്ട് ജസ്റ്റ് അടിക്കും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല കേട്ടോ. സ്മൂത്തീസ് ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്തി വീർത്ത ചിയ സീഡ് ഉണ്ടല്ലോ, അത് മിക്സ് ചെയ്തിട്ട് ആ സ്മൂത്തി കുടിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഓവർനൈറ്റ് ഓട്സിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചിയ സീഡ് ഇടരുത്. വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അത് വീർത്ത് വരുമ്പോൾ ആ ചിയ സീഡ് വേണം ഓവർനൈറ്റ് ഓട്സിലൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ, ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും എന്തിനൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ കോമൺ സെൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും സ്പെഷ്യൽ ഡിസീസിന് അനുസരിച്ച ഡയറ്റ്, അല്ലെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ, വെയിറ്റ് കൂട്ടാനൊക്കെ ഡയറ്റ് ഉണ്ട്, ഇതിന് അനുസരിച്ച ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ
tinasudir@gmail.com എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.